ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ 52 വീക്ക് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3645 പെർ ഔൺസിനാണ് ഇന്ന് ഗോൾഡ്, സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവറും പുതിയ 14 ഇയർ ഹൈയിലാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US$ന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. ക്ലോസ് ചെയ്തിരുന്നത് 88.26 രൂപ പെർ ഡോളറിലാണ്. ഇന്ന് മിക്കവാറും ഇന്ത്യൻ റുപ്പി US$ന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആവാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സ് 52 വീക്ക് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അമേരിക്കയിലെ ഓഗസ്റ്റ് മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. അതോടൊപ്പം തന്നെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വന്നിരുന്നു. ഇത് വളരെ മോശം ഡാറ്റയാണ് വന്നത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 16, 17 തീയതികളിൽ നടക്കുന്ന US ഫെഡ് മീറ്റിങ്ങിൽ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഷുവറായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ അമേരിക്കൻ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള അലിബാബ ADRകളാണ്. അതോടൊപ്പം തന്നെ ടെസ്ലയും നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് മുന്നേറിയിരുന്ന ഒറാക്കിൾ പോലുള്ള ഡാറ്റാ സെൻറ്റർ ഓഹരികളിൽ ഇന്നലെ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഓവറോൾ ഒരു ബ്രോഡ് ബേസ്ഡ് റാലിയാണ് ഇന്നലെ അമേരിക്കയിൽ കണ്ടത്. അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പും ബെറ്റർ ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചൈനയും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ പുതിയ റെക്കോർഡ് ഹൈയിലും അതുപോലെ തന്നെ ചൈനീസ് ഇൻഡെക്സുകൾ 10 ഇയർ 3 ഇയർ ന്യൂ ഹൈസിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഹോങ്കോങ് മാർക്കറ്റും ഇന്ന് പുതിയ 52 വീക്ക് ഹൈയിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ചൈനയിൽ വലിയ രീതിയിലുള്ള മാർക്കറ്റ് റാലിയാണ് കണ്ടത്. ഇന്നലെ ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു, ആദ്യത്തെ 7 മാസം, അതായത് ഈ കലണ്ടർ ഇയർ 7 മാസത്തിൽ ചൈനയിലേക്ക് വന്നിട്ടുള്ള ഇൻഫ്ലോ $4.5 ട്രില്യൺ ആണ്. വളരെ ഹയസ്റ്റ് ഫിഗറാണ്. ഇക്വിറ്റി ഡെറ്റ് മാർക്കറ്റിലേക്കാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലോ ഒക്കെ വന്നിരിക്കുന്നത്. ഇത് വീണ്ടും ഉയരാനാണ് ചാൻസസ് കൂടുതൽ. ഈ ന്യൂസ് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്നലെ ചൈനയിൽ കണ്ടത്. ചിപ്പ് ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾ 10 മുതൽ 20% വരെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ വലിയ രീതിയിൽ മുന്നേറുകയാണ്. അലിബാബ ADR ഇന്ന് മോർണിംഗിൽ വീണ്ടും മുന്നേറുകയാണ്. അറൗണ്ട് 6.5% ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. AI വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അലിബാബ മാനേജ്മെൻറ്റ്. ഓവറോൾ ഡാറ്റാ സെൻറ്റർ AI റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. അമേരിക്കയിൽ ഇന്നലെയും ചിപ്പ് സ്റ്റോക്കുകൾ മുന്നേറിയിരിക്കുകയാണ്. മൈക്രോൺ പോലുള്ള ചിപ്പ് സ്റ്റോക്കുകളെ വീണ്ടും അനലിസ്റ്റുകൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. ഇന്ത്യ US ട്രേഡ് ടോക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിയോഗിച്ചിട്ടുള്ള പുതിയ എൻവോയ് ഉണ്ട്. US എൻവോയ് പറഞ്ഞിരിക്കുന്നത് പീയൂഷ് ഗോയലിന് ട്രംപ് ട്രേഡ് ടോക്കിനായിട്ട് അടുത്ത ആഴ്ചയിൽ US ക്ഷണിച്ചു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ട്രേഡ് താരിഫ് റിലേറ്റഡ് ഡിസ്കഷൻ കഴിഞ്ഞൊരു തീരുമാനത്തിലെത്തുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ട്രേഡ് റിലേറ്റഡ് ഇഷ്യൂവിൽ ഇന്ത്യനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു സൊല്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം എമർജിംഗ് മാർക്കറ്റുകളിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഈ വർഷം ഇന്ത്യൻ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നടക്കുന്നത്. ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള എയർഫ്ലോ റെയിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി 22.25 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുള്ള ആദ്യത്തെ ദിവസം. BSE SME IPO ആണ്. നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിൻ ബോർഡിൽ ഓപ്പൺ ആയിട്ടുള്ള
ശൃംഗാർ ഹൗസ് ഓഫ് മംഗൾസൂത്ര 8.26 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ് സെക്കൻഡ്. ദേവ് ആക്സിലറേറ്റർ 16.11 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അർബൻ കമ്പനി ലിമിറ്റഡ് 9.48 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്നാണ് ക്ലോസിംഗ്. ഫർദർ വലിയ രീതിയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് SME IPO ആണ്. 76.59 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ IPO മാർക്കറ്റിൽ SME ആയാലും മെയിൻ ബോർഡ് ആയാലും വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ്, വലിയ ഇൻഫ്ലോ ആണ് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തെ SIP നോക്കുകയാണെങ്കിൽ 28,265 കോടി രൂപയാണ് ഓഗസ്റ്റ് മാസത്തിൽ SIPയിൽ കൂടെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻഫ്ലോ വന്നിരിക്കുന്നത്. ജൂലൈ മാസത്തത് 28,464 കോടി രൂപയായിരുന്നു. അതോടൊപ്പം തന്നെ ഇക്വിറ്റി ഇൻഫ്ലോ വന്നിരിക്കുന്നത് 54 മാസം കണ്ടിന്യൂസ് ആയിട്ട് മേജർ ഇൻഫ്ലോസ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടുകളിലേക്കാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ആക്ടിവിറ്റി, റീറ്റെയിൽ ആക്ടിവിറ്റി വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ലേഴ്സ് ആയിരുന്നു. 3,472.37 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 4,045.54 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇൻഫോസിസ് ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1,800 രൂപ പെർ ഷെയറാണ്. 18,000 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളാണ് വാങ്ങുന്നത്. അതായത് 10 കോടി സ്റ്റോക്കുകളാണ് വാങ്ങുന്നത്. അറൗണ്ട് 2.41% ആണ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഈ ബൈബാക്ക് വരുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിലെ ഇൻഫോസിസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ബൈബാക്കിന് തങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഓഫർ ചെയ്യാം. നല്ല രീതിയിലുള്ളൊരു ബൈബാക്ക് അനൗൺസ്മെൻറ്റ് വന്നേക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഗോൾഡും സിൽവറും മുന്നേറിയേക്കാം. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നത് തീർച്ചയായിട്ടും കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കോപ്പർ മിക്കവാറും ഇന്ന് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നതും ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നതും 52 വീക്ക് ഹൈനടുത്താണ്. അതോടൊപ്പം തന്നെ അലുമിനിയം, സിങ്ക് നല്ല രീതിയിൽ മുന്നേറുകയാണ്. ഒപ്പം സിൽവറും പുതിയ 14 ഇയർ ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. BEML നവരത്ന സ്റ്റാറ്റസ് കിട്ടിയേക്കാം. ഇപ്പം മിനി രത്ന സ്റ്റാറ്റസ് ആണുള്ളത്. BEML സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മേജർ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള ഒരു കമ്പനി ലോധയാണ്, മാക്രോടെക് ഡെവലപ്പേഴ്സ് ആണ്. 30,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്, ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റായിട്ട് ലോധ സൈൻ ചെയ്തിരിക്കുന്നത്. 2 ഗിഗാവാട്ട് ഡാറ്റാ സെൻറ്ററാണ് പ്ലാൻ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ലോധനെ സംബന്ധിച്ച്. ലോധ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം HCG ഹെൽത്ത് കെയർ ഗ്ലോബൽ വലിയ രീതിയിലാണ് ഫണ്ടുകൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. NBCC MOU സൈൻ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് 3,700 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയാണ്. ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. NBCCനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോങ് റണ്ണിലേക്ക് മാരുതി വീണ്ടും 7% ആനുവൽ റവന്യൂ ഗ്രോത്ത് അടുത്ത വർഷം മുതൽ നേടുന്നതാണ്. മാരുതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പുതിയ ഒരു B2C ലൈറ്റിംഗ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോങ് റണ്ണിലേക്ക് പോസിറ്റീവാണ്. ഭാരത് ഫോർജ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഭാരത് ഫോർജിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൊഹാൻസ് ലൈഫ് സയൻസസ് US FDA ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട് ഒരു പ്ലാന്റിൽ. 0 ഒബ്സർവേഷൻസ് ആണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സത്വ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള SME ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. 125 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈ മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ ആൻഡ് സ്യൂവേജ് ബോർഡിൽ നിന്നാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് HFCL 1000 ഏക്കർ ലാൻഡ് ആന്ധ്രാപ്രദേശിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ.
സിർക്ക പെയിൻസ് വീണ്ടും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 379.5 രൂപ പെർ ഷെയർ ആണ്. നോൺ പ്രൊമോട്ടേഴ്സിനാണ് പോസിറ്റീവ് ന്യൂസാണ്. ഇൻസലോഷൻ എനർജിയുടെ സബ്സിഡിയറി 143 കോടി രൂപയുടെ സോളാർ മൊഡ്യൂൾസിൻ്റെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് 180 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓർഡർ ബാഗിങ് ന്യൂസുകളൊക്കെയുണ്ട്. ഇന്നലത്തെ മാർക്കറ്റ് ആക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ ഇന്നത്തെ മോർണിംഗിലത്തെ ഏഷ്യൻ മാർക്കറ്റ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, AI റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്ന് മോർണിംഗിൽ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ GST റിലേറ്റഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. ലോജിസ്റ്റിക്സ് കമ്പനികളെല്ലാം തന്നെ വലിയ രീതിയിൽ കപ്പാസിറ്റി ആഡ് ചെയ്യാണ്. വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷനാണ് ഈ കമ്പനികൾക്കുള്ളത്. TVS സപ്ലൈ ചെയിൻ, ഡൽഹി വരി, ഈ രണ്ട് കമ്പനികളും വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷനിലാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് സ്റ്റോക്കുകളും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ PE നോക്കുകയാണെങ്കിൽ 21.97 ടൈംസ് PEയിലാണ് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. 5-10 ഇയർ ആവറേജ് നോക്കുകയാണെങ്കിൽ 24.4 PE ആണ്. 5 ഇയർ ആവറേജ് 24.8 ആണ്. 10 ഇയർ ആവറേജ് ഇതിനേക്കാളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം മറ്റ് മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് വളരെ ഹിസ്റ്ററി ഉള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഏഷ്യയിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രീമിയത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ട്രേഡ് റിലേറ്റഡ് ഇഷ്യൂസ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ GST റേറ്റ് റിഡക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ നമ്മുടെ മാർക്കറ്റ് മുന്നേറിയേക്കാം. ട്രംപ് റിലേറ്റഡ് താരിഫ് ഇഷ്യൂ സെറ്റിലാവുക, അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസും വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ബോർഡ് മീറ്റിങ്ങിന് ശേഷമാണ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് 4 മണി വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഡാറ്റ 1.9%-നും ശതമാനത്തിന് 2.2% ഇടയിലായിരിക്കുന്നതാണ്. കഴിഞ്ഞ മന്തിൽ, അതായത് ജൂലൈ മാസത്തിൽ CPI ഡാറ്റ 1.55% ആയിരുന്നു. അപ്പോൾ ഈ ഡാറ്റ വരുന്നത് ബിലോ എക്സ്പെക്റ്റേഷൻ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം, ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മുന്നേറ്റമാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, മെറ്റൽസ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് IPOസിൽ അപ്ലൈ ചെയ്യുക. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇനി മൺഡേ എക്സലൻ്റ് IPO, ഒരു IPO SME IPO കൂടി മൺഡേ വരുന്നുണ്ട്. ടെക് ഡിഫൻസ് സൈബർ സെക്യൂരിറ്റി, ടെക് ഡി സൈബർ സെക്യൂരിറ്റി ആണ് മൺഡേ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിൽ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.